തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. ആവശ്യം UDF-ൽ ഉന്നയിക്കുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മീഡിയ വണ്ണിനോട് പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് നല്ല നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചുള്ള സീറ്റ് വേണമെന്നാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നതെന്നാണ് സാദിഖ് അലി തങ്ങൾ പറയുന്നത്. സീറ്റ് ചർച്ച തുടങ്ങിയിട്ടില്ലെന്നായിരുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഉഭയകക്ഷി ചർച്ചകൾ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. UDF ചർച്ചയിൽ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിക്കും. കൂടുതൽ സീറ്റ് ആവശ്യപ്പെടും, പ്രത്യേകിച്ച് തെക്കൻ ഭാഗങ്ങളിൽ. അതെ, മുസ്ലിം ലീഗിന് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള രീതിയിൽ ഞങ്ങൾ സീറ്റ് കൂടുതൽ മത്സരിക്കണം എന്നാണ് ഞങ്ങളുടെ അണികൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ അത് ഞങ്ങൾ മുന്നണിയിൽ അത് ചർച്ചയ്ക്ക് വെക്കും. മുന്നണി അനുകൂലമായിട്ട് തീരുമാനിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. ഒന്നും ചർച്ച ചെയ്തിട്ടില്ല ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. ഇല്ല മുഹമ്മദ് അസ്ലം വിശദാംശങ്ങൾ നൽകും. അസ്ലം, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സീറ്റ് വേണമെന്ന ആവശ്യവും മോഹവും നിലവിൽ ലീഗിനും കേരള കോൺഗ്രസ് ജോസഫിനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ലക്ഷ്യ 2026 എന്ന ഈ വയനാട്ടിലെ നേതൃ ക്യാമ്പിൽ ഒരേ സമയം കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകൾക്കൊപ്പം ഘടകകക്ഷികൾക്ക് ഏതൊക്കെ സീറ്റ് കൊടുക്കണം, അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങണമോ എന്ന കാര്യത്തിലൊക്കെ ചർച്ച നടക്കുന്നുണ്ടോ? സൈഫുദ്ദീൻ, ലക്ഷ്യ ലീഡേഴ്സ് ക്യാമ്പിൽ പ്രധാനമായും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെടുക്കേണ്ട തന്ത്രങ്ങളും അതോടൊപ്പം തന്നെ പൊതുവായ സമീപനങ്ങളുമായിരിക്കും വരിക. സീറ്റ് ഉപരിത ചർച്ചകളോ അല്ലെങ്കിൽ സീറ്റ് ചർച്ചകളിലേക്കോ അത് പോകില്ല. കാരണം സീറ്റ് ചർച്ചകൾ സ്വാഭാവികമായിട്ടും ഹൈക്കമാൻഡിന്റെ നേതൃത്വത്തിലായിരിക്കും സീറ്റ് ചർച്ചകൾക്ക് വേണ്ടിയുള്ള നടപടികളിലേക്ക് പോകുക. അതിനു മുന്നോട്ട് നേതൃത്വത്തിലായിരിക്കും ചർച്ചകൾ നടക്കുക. മാത്രമല്ല സീറ്റ് വിഭജനം ഈ 15-ാം തീയതിയോടുകൂടി തന്നെ UDF നേതാക്കളുമായിട്ട് നടത്തും. അതേസമയം സംബന്ധിച്ചുള്ള പൊതുവായ മാനദണ്ഡം കൂടുതൽ സീറ്റുകൾ അന്ന് അവകാശവാദത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഏതെങ്കിലും ജില്ലകളിൽ പ്രത്യേകിച്ച് ഘടകകക്ഷിയുമായുള്ള സീറ്റ് വെച്ചുമാറ്റം നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള പൊതുവായ സമീപനം രൂപത്തിനപ്പുറത്തേക്ക് സീറ്റ് ചർച്ചകളിലേക്കോ സീറ്റ് ഉപരി ചർച്ചകളിലേക്കോ കടക്കാനുള്ള സാധ്യത കുറവ് എന്ന് തന്നെയാണ് നേതാക്കൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് AICC നേതാവ് കൊടിക്കുന്നിൽ സുരേഷോട് അവരൊപ്പം ചേരുന്നുണ്ട്. ലക്ഷ്യയിൽ നിൽക്കുകയാണ്, എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ശരിക്കും ലക്ഷ്യം വെക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണല്ലോ. അപ്പോൾ എന്തായാലും മാർച്ച് ഏപ്രിലാണല്ലോ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രഖ്യാപനം വരാൻ പോകുന്നത്. എന്തായാലും ഏപ്രിൽ ആദ്യവാരം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതീവ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ്. ദേശീയ രാഷ്ട്രീയ ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അതോടെ ഈ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരിക എന്നുള്ളതാണ്. അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. UDF-ന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലും വളരെ വ്യക്തമായി ജനവിധി പ്രകടമാണ്. UDF-ന് അനുകൂലമായ ഒരു ജനവിധിയാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങളുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് UDF അധികാരം തിരിച്ചു വരണമെന്നുള്ളതാണ്. അത് വർക്കൗട്ട് ചെയ്യാൻ അത് ഈ ഘടകകക്ഷികളുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം, അതുപോലെ കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള നേതാക്കൾ തമ്മിലുള്ള ഊഷ്മളമായ ബന്ധം, സീറ്റുകളെ സംബന്ധിച്ച് തീരുമാനിക്കുമ്പോൾ ഉണ്ടാകാൻ ഇടയുള്ള പ്രശ്നം, ഇതിനെയൊക്കെ സംബന്ധിച്ചൊരു വ്യക്തമായ ധാരണയും വ്യക്തമായ രൂപവും ഉണ്ടാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് പോകുന്നത്. ഇത്ര ഒരു നയരൂപീകരണത്തിന്റെ അപ്പുറത്തേക്ക് സീറ്റ് ചർച്ചകൾ അങ്ങനെ പോകാൻ സാധ്യത? സീറ്റ് ചർച്ച ഇവിടെ അല്ലല്ലോ നടക്കുന്നത്. അത് ഹൈക്കമാൻഡ് സ്ക്രീനിങ് കമ്മിറ്റിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. PCC അതുമായി ബന്ധപ്പെട്ട ഒരു ഡോക്കറ്റ് കൊടുക്കും. അത് പിന്നെ AICC-ക്ക് ഈ 140 കോൺസ്റ്റിറ്റ്യുവൻസികളിൽ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളെ സംബന്ധിച്ച് അവരുടേതായ ഒരു ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി വെച്ചിട്ടുണ്ടാണ് സ്ക്രീനിങ് കമ്മിറ്റി. MP-മാർ മത്സരിക്കുമെന്ന് പലരും അഭിപ്രായപ്പെടുന്നൊക്കെ ഉണ്ട്. അത്തരമൊരു ആലോചനകൾ വരുന്നുണ്ട്. ഇതുവരെ അത്തരമൊരു ആലോചന എവിടെയും നടന്നിട്ടില്ല. മാധ്യമങ്ങളിൽ ഇങ്ങനെ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഇല്ല, അത് പാർട്ടി നേതൃത്വമാണ് വിലയിരുത്തേണ്ടത്. കാരണം കോൺഗ്രസിന്റെ നേതൃ ക്യാമ്പ് പുരോഗമിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നേതൃ ക്യാമ്പിലുണ്ടാകും. സ്ഥാനാർത്ഥി നിർണയ ചർച്ചയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ക്യാമ്പ് കടക്കില്ല എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്.